വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ വയനാട് DCC ട്രഷറർ NM വിജയൻ അന്തരിച്ചു. NM വിജയന്റെ മകൻ ജിജേഷും ഇന്ന് വൈകിട്ട് മരിച്ചിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് വിഷം അകത്തു ചെന്ന് ഇരുവരെയും വിഷം അകത്ത് ചെന്ന നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ഇത് ആത്മഹത്യ എന്ന് ഈ ഘട്ടത്തിൽ പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? എന്താണ് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്? ലക്ഷ്മി, തീർച്ചയായും അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്ന് തന്നെ കരുതാം. കാരണം വിഷം അകത്ത് എന്ന നിലയിലാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. വൈകിട്ടോടെ ജിജേഷ് മരണപ്പെട്ടു. അല്പസമയം മുമ്പാണ് വയനാട് DCC ട്രഷറർ കൂടിയായ NM വിജയൻ മരിച്ചത്. 78 വയസ്സായിരുന്നു. സുൽത്താൻ ബത്തേരിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. ബത്തേരി നഗരസഭ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബത്തേരി സർവീസ് സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ എന്ന നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇദ്ദേഹത്തിനെ ഈ മാനസിക സമ്മർദ്ദത്തിലേക്കും ഇത്തരത്തിലൊരു കടുകയിലേക്കും പ്രേരിപ്പിച്ചത് എന്നാണ് അദ്ദേഹത്തിന് അടുത്ത കേന്ദ്രങ്ങളൊക്കെ നൽകുന്ന സൂചന. ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറായി ആയ നിലയിൽ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് ചില സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അത് തുടർന്നും അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്നൊക്കെയാണ് അടുത്ത കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാലും ഇത് സംബന്ധിച്ച ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും നാളെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും, നാളെ ഉച്ച കഴിഞ്ഞ് ബത്തേരിയിലേക്ക് എത്തിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി, വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവൻ.